ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം എവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ ദീർഘമായ ഒരു പ്രയാണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രയാണത്തിൻ്റെ അവസാന ഭാഗത്ത് മക്കബായരുടെ ചരിത്രം, മക്കബായ വിപ്ലവത്തിൻ്റെ ചരിത്രം, യവന രാജാവായ അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ മതനിരാസ ശ്രമങ്ങളെ ചെറുത്തുനിന്ന ഒരു യഹൂദ ജനതയുടെ ചരിത്രം മക്കബായ ഗ്രന്ഥത്തിലൂടെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അന്ത്യോക്യസ് എപ്പിഫാനസ് നാലാമൻ എന്ന സെലൂസിഡ് രാജാവിൻ്റെ കാലത്ത് ക്രൂരമായ മതമർദ്ദനങ്ങൾക്ക് ഈ ജനം വിധേയരായി. അവരുടെ ദേവാലയം കൊള്ളയടിക്കപ്പെട്ടു. ദേവാലയത്തിനുള്ളിലുണ്ടായിരുന്ന വിശുദ്ധ വസ്തുക്കൾ ശത്രുക്കൾ സ്വന്തമാക്കി. വിലപിടിപ്പുള്ള സ്വർണം കൊണ്ട് നിർമ്മിച്ചതും സ്വർണ്ണ കവചിതമായതുമായിരുന്ന എല്ലാ വസ്തുക്കളും ശത്രുക്കൾ കരസ്ഥമാക്കി. ദേവാലയ നഗരം ജെറുസലേം മലിനമാക്കപ്പെട്ടു. ഇതിനുശേഷം അന്ത്യോക്യസ് എപ്പിഫാനസ് തൻ്റെ രാജ്യത്തെങ്ങും മതനിരാസത്തിന് ഉള്ള ഒരു ശ്രമം ആരംഭിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രാജദൂതന്മാർ അയക്കപ്പെട്ടു. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രം: ആരെങ്കിലും ഇപ്പോഴും യഹൂദ നിയമങ്ങൾക്കനുസൃതം ജീവിക്കുന്നുണ്ടോ? ഇനി അഥവാ ആരെങ്കിലും യഹൂദ നിയമങ്ങൾക്കനുസൃതം ജീവിക്കുകയും രാജകൽപ്പനകളെ നിരസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പ്രലോഭനത്തിലൂടെയോ ഭീഷണിയിലൂടെയോ അവരെ വഴിക്ക് കൊണ്ടുവരിക. ഈ ഉത്തരവാദിത്വവുമായി രാജകിങ്കരന്മാർ ഈ സാമ്രാജ്യത്തിൻ്റെ വിവിധ ദിക്കുകളിലേക്ക്, വിവിധയിടങ്ങളിലേക്ക് അയക്കപ്പെട്ടു. അങ്ങനെ ഏതാനും രാജസേവകന്മാർ മൊദൈൻ എന്ന നഗരത്തിലുമെത്തി. മൊദൈൻ നഗരത്തെക്കുറിച്ചും മൊദൈൻ നഗരത്തിൽ ഉണ്ടായിരുന്ന ഒരു പുരോഹിത കുടുംബത്തെക്കുറിച്ചും മത്താത്യാസ് എന്ന കുടുംബനാഥനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ 5 ആൺമക്കളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹ്രസ്വമായി കണ്ടതാണ്. ഇതാ ഇപ്പോൾ രാജസേവകന്മാർ മൊദൈൻ ഗ്രാമത്തിലെത്തി നിൽക്കുകയാണ്. അവിടെ വെച്ചവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുടർന്ന് വരുന്ന വചനഭാഗങ്ങളിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗം നമുക്ക് ഒന്ന് വായിക്കാം. അവിടെയാണ് രാജസേവകർ നടത്തുന്ന ചില പ്രലോഭന ശ്രമങ്ങൾ നമ്മൾ കാണുന്നത്. ജനങ്ങളെ മതത്യാഗത്തിന് നിർബന്ധിച്ചിരുന്ന രാജസേവകർ അവരെ കൊണ്ട് ബലിയർപ്പണം ചെയ്യിക്കാൻ മൊദൈൻ നഗരത്തിലെത്തി. ഇസ്രായേലിൽ നിന്ന് വളരെ പേർ അവരുടെ അടുത്തു ചെന്നു. മത്താത്യാസും പുത്രന്മാരും അവിടെ ഒരുമിച്ചുകൂടി. രാജസേവകർ മത്താത്യാസിനോട് പറഞ്ഞു, നീ ഈ നഗരത്തിൽ ആദരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ്.
പുത്രന്മാരുടെയും സഹോദരന്മാരുടെയും പിന്തുണയും നിനക്കുണ്ട്. സകല വിജാതീയരും യൂദായിലെ ജനങ്ങളും ജെറുസലേമിൽ അവശേഷിച്ചിട്ടുള്ളവരും ചെയ്തതുപോലെ ഇപ്പോൾ രാജശാസനമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നീ ഒന്നാമനായിരിക്കണം. എങ്കിൽ നീയും പുത്രന്മാരും രാജാവിൻ്റെ സുഹൃത്തുക്കളായി പരിഗണിക്കപ്പെടും. സ്വർണവും വെള്ളിയും മറ്റനവധി പാരിതോഷികങ്ങളും കൊണ്ട് നീയും പുത്രന്മാരും ബഹുമാനിതരാവുകയും ചെയ്യും. രാജസേവകർ നടത്തുന്ന ചില പ്രലോഭന ശ്രമങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. യോവാരിബ് വംശത്തിൽ നിന്നുള്ള പുരോഹിതനായ മത്താത്തിയാസ് മൊദയിൻ നഗരത്തിൽ അദ്ദേഹം തൻ്റെ പിതൃനഗരത്തിൽ ബഹുമാനിതനും സ്വാധീനമുള്ളവനും ആയ വ്യക്തിയായിരുന്നു. അതുകൊണ്ട് രാജകിങ്കരന്മാർ ഉദ്യോഗസ്ഥർ ആദ്യം അദ്ദേഹത്തെ സമീപിക്കുകയാണ്. കാരണം അദ്ദേഹം രാജകൽപ്പനകൾ അനുസരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും മറ്റുള്ളവരും ഇതേ വഴിയിലേക്ക് വരുമെന്നവർ കരുതി. ഒരു പ്രലോഭനത്തിൻ്റെ വാക്കിൽ അവർ പറയുകയാണ്, നീ ഈ നഗരത്തിൽ ആദരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ്. പുത്രന്മാരുടെയും സഹോദരന്മാരുടെയും പിന്തുണയും നിനക്കുണ്ട്. അതുകൊണ്ട് സകല വിജാതീയരും യൂദായിലെ ജനങ്ങളും ജെറുസലേമിൽ അവശേഷിച്ചിട്ടുള്ളവരും ചെയ്തതുപോലെ ഇപ്പോൾ രാജശാസനമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നീ ഒന്നാമനായിരിക്കണം. അതായത് രാജാവിൻ്റെ ഉദ്യോഗസ്ഥർ മത്താത്തിയാസിനെ ഈ നഗരത്തിലെ ഒരു ഭരണാധികാരിയും ബഹുമാന്യനും മഹാനുമായ ഒരു വ്യക്തിയെന്ന് സംബോധന ചെയ്ത് അദ്ദേഹത്തോട് വിഗ്രഹ ബലിപീഠത്തിൽ, വിജാതീയ ബലിപീഠത്തിൽ ആദ്യം ബലിയർപ്പിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്, പ്രലോഭിക്കുകയാണ്. ഇനി അത്തരം ഒരു കാര്യത്തിന് ഇവർ വിധേയരായാൽ അതുവഴി കിട്ടാൻ പോകുന്ന പാരിതോഷികങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിൽ ചെയ്യാതിരുന്നാൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. യവനവൽക്കരണ പദ്ധതിയുടെ അഥവാ ഹെലനൈസേഷൻ്റെ നിർബന്ധിതമായ ഒരു സ്വഭാവം ഇവിടെ നമ്മൾ കാണുകയാണ്. ആളുകൾക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. ആളുകൾക്ക് അവരുടെ മുമ്പിൽ രാജാവിൻ്റെ കൽപ്പനയെ അനുസരിക്കുക എന്നുള്ള ഒറ്റ സാധ്യത മാത്രമേ ഉള്ളൂ. ഇനി മത്താത്തിയാസ് എന്ന ഈ പുരോഹിതനും അയാളുടെ കുടുംബവും രാജകൽപ്പനകൾ അനുസരിച്ചാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ വളരെ വലുതാണ്. സ്വർണവും വെള്ളിയും മറ്റനവധി പാരിതോഷികങ്ങളും കൊണ്ട് നീയും പുത്രന്മാരും ബഹുമാനിതരാകും. നീയും നിൻ്റെ കുടുംബവും രാജാവിൻ്റെ സുഹൃത്തുക്കൾ എന്നറിയപ്പെടും. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ നിരവധിയായ പ്രലോഭനങ്ങൾ ഈ കുടുംബത്തിന് നൽകുകയാണ്. ഒരു സമ്പൂർണ്ണ പാക്കേജാണ് പ്രലോഭനത്തിൻ്റെ. സാമൂഹിക പദവി, രാഷ്ട്രീയ സംരക്ഷണം, ഭൗതിക സമ്പത്ത്. എന്താണ് സാമൂഹിക പദവി? നീ രാജാവിനെ അംഗീകരിച്ചാൽ സ്വാഭാവികമായും ഈ സമൂഹത്തിൽ ഏറ്റവും മഹാനായ ആദരണീയനായ അധികാരിയായി നീ ഇവിടെ വാഴിക്കപ്പെടും. രാഷ്ട്രീയ സംരക്ഷണം, നീ രാജാവിൻ്റെ സുഹൃത്തായിട്ട് പരിഗണിക്കപ്പെടും. ഭൗതിക സമ്പത്ത്, സ്വർണവും വെള്ളിയും മറ്റനവധി പാരിതോഷികങ്ങളും കൊണ്ട് നീയും നിൻ്റെ പുത്രന്മാരുമൊക്കെ ബഹുമാനിതരാകും. സാമൂഹിക പദവി, രാഷ്ട്രീയ സംരക്ഷണം, ഭൗതിക സമ്പത്ത്. ഏതൊരുവനെയും പ്രലോഭിപ്പിക്കാൻ സാധ്യമാകുന്ന 3 കാര്യങ്ങൾ ഇവിടെ നൽകപ്പെടുകയാണ്. അപ്പോൾ മത്താത്തിയാസ് ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമാണ്, വിശ്വാസത്തെ തള്ളിപ്പറയണം. ഇന്നും നമുക്കറിയാം സ്നേഹമുള്ളവരെ, നമ്മൾ പലരും നമ്മുടെ ചുറ്റുപാടും വിശ്വാസത്തെ തള്ളിപ്പറയുന്നവർ
ഈ 3 കാര്യങ്ങൾക്കോ 3 കാര്യങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിനോ വേണ്ടിയാണ് അവരുടെ വിശ്വാസത്തെ തള്ളിപ്പറയുന്നത്. അതൊരു പക്ഷേ സാമൂഹ്യമായ പദവിക്ക് വേണ്ടിയായിരിക്കാം, രാഷ്ട്രീയമായ സംരക്ഷണത്തിന് വേണ്ടി, രാഷ്ട്രീയ നിലപാടുകൾക്ക് വേണ്ടിയായിരിക്കാം, അതല്ലെങ്കിൽ ഭൗതിക സമ്പത്തിന് വേണ്ടിയായിരിക്കാം. പക്ഷേ പുരോഹിതനായ മത്താത്യാസും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇതിനോട് എപ്രകാരമാണ് പ്രതികരിച്ചത് എന്ന് തുടർന്ന് വരുന്ന വചനങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. മത്താത്യാസിൻ്റെ പ്രതികരണം എന്തായിരുന്നു? മക്കബാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ മത്താത്യാസ് മറുപടിയായി ദൃഢസ്വരത്തിൽ പറഞ്ഞു, രാജാവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താങ്കളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. നിയമവും കൽപ്പനകളും ഞങ്ങൾ ഒരു നാളും തിരസ്കരിക്കുകയില്ല. രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അണുവിട വ്യതിചലിക്കുകയില്ല. വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വ്യക്തമായ വാക്കുകളാണ്. യോവാരിബ് വംശത്തിൽ നിന്നുള്ള പുരോഹിതനായ മത്താത്യാസ് മൊദൈൻ എന്ന തൻ്റെ നഗരത്തിൽ വിഗ്രഹാരാധന നടപ്പിലാക്കാൻ വന്ന രാജാവിൻ്റെ ഉദ്യോഗസ്ഥരെ ശക്തമായ വാക്കുകളോടെ നേരിടുന്നു. അന്ത്യോക്യസ് എപ്പിഫാനസ് രാജാവിൻ്റെ ദൂതന്മാരാൽ മത്താത്യാസ് എന്ന പുരോഹിതൻ വിട്ടുവീഴ്ചകൾക്കും മതനിരാസങ്ങൾക്കും നിർബന്ധിതനാകുന്നു. എന്നാൽ തൻ്റെ വിശ്വാസത്തിന് നേരെയുള്ള വെല്ലുവിളികളെ നേരിടുകയും നിർണായകവും ഉറച്ചതുമായ വിശ്വാസ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ധീരനായ മത്താത്യാസ് എന്ന പുരോഹിതൻ സമകാലികരിൽ നിന്നും വ്യത്യസ്തനായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മത്താത്യാസ് പറയുകയാണ്, രാജാവിൻ്റെ ഉത്തരവുകൾ അനുസരിക്കാൻ എനിക്ക് സമ്മതമില്ല. മാത്രമല്ല, രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അണുവിട വ്യതിചലിക്കുകയില്ല എന്ന പ്രഖ്യാപനത്തിലൂടെ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ സ്വരം നമ്മളിവിടെ കേൾക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ, മക്കബാരുടെ പുസ്തകത്തിൻ്റെ വിശാലമായ ഒരു സന്ദർഭത്തിൽ ഈ നിമിഷം മത്താത്യാസ് തൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന ഈ നിമിഷം തുടർന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന സംഘടിതമായ പ്രതിരോധത്തിനുള്ള ഒരു പ്രചോദനമായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മത്താത്യാസിനെ മതപരമായ പീഡനത്തിനെതിരായ വിപ്ലവത്തിൻ്റെ ആത്മീയവും ധാർമ്മികവുമായ നേതാവായി അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകൾ അവതരിപ്പിക്കുകയാണ്. മത്താത്യാസിൻ്റെ ഈ മറുപടിയിൽ നിന്നും ചില കാര്യങ്ങൾ വ്യക്തമാവുന്നുണ്ട്. ഒന്ന്, മാനുഷിക അധികാരത്തിന് മേലുള്ള ദൈവിക നിയമത്തിൻ്റെ പ്രാധാന്യം. രണ്ട്, വലിയ വില കൊടുത്തും ഉടമ്പടി വിശ്വസ്തതയിൽ നിലകൊള്ളുന്നതിൻ്റെ പ്രാധാന്യം. മൂന്ന്, സമൂഹം മുഴുവൻ എതിരാണെങ്കിലും സ്വന്തം ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ മൂല്യം. ഇങ്ങനെ മഹത്തായ വിശ്വാസത്തിൻ്റെ ഒരു നിലപാടെടുത്ത് മത്താത്യാസ് ഈ രാജാവിൻ്റെ ഉദ്യോഗസ്ഥരെ നേരിടുന്ന സമയത്ത് ദൗർഭാഗ്യകരമായ മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. എന്താണ് ആ സംഭവം എന്ന് തുടർന്ന് വരുന്ന വചനഭാഗങ്ങളിൽ നമുക്ക് വായിക്കാം. മക്കബാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കിപ്പോഴൊന്ന് വായിക്കാം. മത്താത്യാസ് ഈ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ മൊദൈനിലെ ബലിപീഠത്തിൽ രാജകൽപ്പന പ്രകാരം ബലിയർപ്പിക്കാൻ ഒരു യഹൂദൻ മുന്നോട്ട് വന്നു.
അത് കണ്ട് മത്താത്തിയാസ് തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ചു. അവൻ്റെ ഹൃദയം പ്രക്ഷുബ്ധമായി. ധാർമ്മിക രോഷം പൂണ്ട് അവൻ പാഞ്ഞു ചെന്ന് ആ യഹൂദനെ ബലിപീഠത്തിൽ വെച്ച് തന്നെ വധിച്ചു. ബലിയർപ്പിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്ന രാജസേവകനെയും അവൻ വധിച്ചു. ബലിപീഠം ഇടിച്ചു നിരത്തി. സാലുവിൻ്റെ പുത്രനായ സിമ്രിക്കെതിരെ ഫിനെഹാസ് എന്ന പോലെ നിയമത്തെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ അവൻ ജ്വലിച്ചു. മത്താത്തിയാസ് സ്വരമുയർത്തി നഗരത്തിൽ വിളിച്ചു പറഞ്ഞു, നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരും ഉടമ്പടി ആദരിക്കുന്നവരും എന്നോടൊത്തു വരുവിൻ. അതിനുശേഷം അവനും പുത്രന്മാരും തങ്ങൾക്ക് നഗരത്തിലുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് മലമുകളിലേക്ക് ഓടിപ്പോയി. മത്താത്തിയാസ് ഉദാത്തമായ ധീരമായ വിശ്വാസ പ്രഖ്യാപനം നടത്തി അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ ഉദ്യോഗസ്ഥരെ നേരിടുന്ന സമയത്ത് മൊദൈൻ നഗരത്തിലെ തന്നെ ഒരു യഹൂദൻ ഇതാ മുൻപോട്ട് വരുന്നു. അയാൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. വിജാതീയ ബലിപീഠം അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാനും രാജാവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മ്ലേച്ഛമായ ഏത് വിജാതീയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്താനും തയ്യാറായി ആ യഹൂദൻ മുൻപോട്ട് വരികയാണ്. സത്യത്തിൽ ആ പ്രവൃത്തി വഴി ആ യഹൂദൻ സ്വന്തം അസ്തിത്വത്തെ തന്നെ ഒറ്റുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നാടകീയമായ ഒരു കാര്യം സംഭവിക്കുന്നത്. മത്താത്തിയാസ് നിരസിച്ച മതനിരാസം ഉടൻ തന്നെ സ്വന്തം സമൂഹത്തിൽ നിന്നുള്ള ഒരാൾ പുൽകുന്ന വലിയ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് അതിതീവ്രമായ ഒരു പ്രതികരണം നമ്മൾ കാണുന്നു. മത്താത്തിയാസ് എന്ന വൃദ്ധനായ പുരോഹിതൻ ഉടൻ തന്നെ ആ ബലിപീഠത്തിൻ്റെ സമീപത്തേക്ക് ഇരച്ചു വന്ന് തൻ്റെ മതവിശ്വാസത്തെ, തൻ്റെ ദൈവത്തെ, തൻ്റെ ദൈവികദത്തമായ നിയമങ്ങളെ മുഴുവൻ തള്ളിപ്പറഞ്ഞ് രാജപക്ഷത്തേക്ക് ഏതൊരുവിധ കോംപ്രമൈസിനും തയ്യാറായി കടന്നു വന്ന യഹൂദനെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും അതുവരെ ദൈവനിഷേധത്തിന്, മതനിരാസത്തിന് തങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ടിരുന്ന രാജസേവകനെയും കൊലപ്പെടുത്തുകയാണ്. 2 കൊലപാതകങ്ങൾ അവിടെ വെച്ച് നടക്കുക. 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അത് കണ്ട് മത്താത്തിയാസ് തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ചു. അവൻ്റെ ഹൃദയം പ്രക്ഷുബ്ധമായി. അവൻ്റെ ഹൃദയം ഇളകി. തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ചു. ഈ വാക്യം സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 25:11 പ്രതിധ്വനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സംഖ്യയുടെ പുസ്തകം 25:11 നമ്മൾ ഇപ്രകാരം വായിക്കും, പുരോഹിതനായ അഹറോൻ്റെ പുത്രനായ എലയാസറിൻ്റെ മകൻ ഫിനെഹാസ് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ എൻ്റെ തീക്ഷ്ണതയ്ക്കൊത്തവണ്ണം പ്രവർത്തിച്ച് എൻ്റെ ക്രോധം അവരിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അതിനാൽ കോപം ജ്വലിച്ച് ഞാൻ അവരെ സംഹരിച്ചില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ച ഒരു പുരോഹിതനായിരുന്നു അഹറോൻ്റെ പുത്രനായ എലയാസറിൻ്റെ മകൻ ഫിനെഹാസ്. അഹറോൻ്റെ പുത്രനായ എലയാസറിൻ്റെ മകൻ ഫിനെഹാസിൻ്റെ സ്ഥാനത്താണ് തിരുവചനം മത്താത്തിയാസിനെ ഇവിടെ നിർത്തുന്നത്. അതുകൊണ്ട് അയാൾ ചെയ്ത കൊലപാതകങ്ങളെ ഒരു വലിയ കുറ്റമായിട്ടല്ല പരിഗണിക്കുന്നത്, മറിച്ച് അയാളുടെ വിശ്വാസത്തെ പ്രതിയുള്ള തീക്ഷ്ണതയുടെ അനന്തരഫലമായിട്ടാണ് കണക്കാക്കുന്നത്. പുരോഹിതനായ മത്താത്തിയാസിനെയും പുരോഹിതനായ ഫിനെഹാസിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളിവിടെ വായിച്ചു കേൾക്കുകയാണ്. 26-ാം തിരുവചനത്തിൽ, സാലുവിൻ്റെ പുത്രനായ സിമ്രിക്കെതിരെ ഫിനെഹാസ് എന്ന പോലെ നിയമത്തെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ അവൻ ജ്വലിച്ചു. പുറപ്പാട് യാത്രയിൽ വിജാതീയരായ സ്ത്രീകളോടൊത്ത് ശയിച്ച് ഇസ്രായേലിന് നാശം വരുത്തിയ വ്യക്തിയെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുന്ന അഹറോൻ്റെ പുത്രനായ
ഫിനഹാസിൻ്റെ തീക്ഷ്ണത. ആ തീക്ഷ്ണതയോടാണ് മക്കബായ ഗ്രന്ഥകാരൻ മത്താത്തിയാസിൻ്റെ ഈ തീക്ഷ്ണതയെ ഉപമിക്കുന്നത്. അതുകൊണ്ട് മത്താത്തിയാസിൻ്റെ അക്രമാസക്തമായ പ്രതികരണം, കൊലപാതകം ഒരു പരിധിവരെ ന്യായീകരിക്കപ്പെടുകയാണ്. ബലിപീഠത്തിലെ നിഗ്രഹം, അതായത് ഒരു വിജാതീയ ബലിപീഠം, വിജാതീയ ദേവീദേവന്മാർക്കായി നിർമ്മിക്കപ്പെട്ട ബലിപീഠം, അവിടെ വെച്ച് നടന്ന നിഗ്രഹം സത്യത്തിൽ പ്രതീകാത്മകമാണ്. മലിനമായ വിശുദ്ധ സ്ഥലത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു ശുദ്ധീകരണ പ്രവൃത്തിയായിട്ടാണ് മത്താത്തിയാസ് തൻ്റെ പ്രവൃത്തിയെ മനസ്സിലാക്കുന്നത്. മത്താത്തിയാസ് സാലുവിൻ്റെ മകൻ സിമ്രിക്കെതിരെ ഫിനഹാസ് ചെയ്തതുപോലെ ന്യായപ്രമാണത്തോടുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ചു എന്ന് പ്രസ്താവിക്കുക വഴി മത്താത്തിയാസ് എന്ന വൃദ്ധപുരോഹിതൻ്റെ നടപടി യഹൂദ പാരമ്പര്യത്തിനുള്ളിൽ നിയമാനുസൃതമാണ് എന്ന് സ്ഥാപിക്കുകയാണ് ഇവിടെ. ഇത് കൊലപാതകമല്ലെന്നും വിശ്വാസത്യാഗത്തിനെതിരായ നീതിയുക്തമായ വിധിയാണെന്നും സൂചിപ്പിക്കപ്പെടുന്നു. ഇതിനുശേഷം എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഒരു യഹൂദൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, അതിലുപരി ഒരു രാജസേവകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും വലിയ ഒരു വേട്ടയാടൽ ഇനി നടക്കും. രാജാവിൻ്റെ സൈന്യം ഇരച്ചെത്തും. മൊദയിൻ നഗരം തകർക്കപ്പെടും. മത്താത്യാസും കുടുംബവും ഉന്മൂലനാശം അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ സമയം ആ നഗരത്തിൽ, പിതൃഭവനത്തിൽ തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ആ കുടുംബം മലമ്പ്രദേശത്തേക്ക് ഒളിയിടങ്ങൾ തേടി യാത്രയാവുകയാണ്. അതിനു മുൻപായി മത്താത്യാസ് പറയുന്നു, നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരും ഉടമ്പടി ആദരിക്കുന്നവരും എന്നോട് ഒത്ത് പുറത്തു വരട്ടെ. ഈ ആഹ്വാനം മത്താത്യാസിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഒരു വിപ്ലവത്തിൻ്റെ നാന്ദി കുറിച്ചു. സത്യത്തിൽ നമ്മൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പുറപ്പാടിൻ്റെ നായകൻ മോശയുടെ വാക്കുകളാണ് ഓർത്തുപോകുന്നത്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 32-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ജനം സ്വർണ്ണക്കാളക്കുട്ടിയെ ആദരിച്ച് ദൈവത്തെ നിരാകരിച്ച് നിഷേധിച്ചതിന് ശേഷം കോപം കൊണ്ട് ജ്വലിച്ച മോശ ഇപ്രകാരം പറയുന്നുണ്ട്. പുറപ്പാട് 32:26 പറയുന്നു, മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുത്തേക്ക് വരട്ടെ. ലേവിയുടെ പുത്രന്മാരെല്ലാവരും അവൻ്റെ അടുത്ത് ഒന്നിച്ചുകൂടി. ഇവിടെ മോശയുടെ വാക്കുകൾ പോലെ മത്താത്യാസ് പറയുകയാണ്, നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരും ഉടമ്പടി ആദരിക്കുന്നവരും എന്നോടൊത്ത് വരട്ടെ. ഒരു ഭാഗത്ത് ഇസ്രായേൽ ജനം അഹറോൻ്റെ നേതൃത്വത്തിൽ സ്വർണ്ണക്കാളക്കുട്ടിയെ നിർമ്മിച്ച് ആരാധിച്ച സംഭവത്തിന് ശേഷം കർത്താവിൻ്റെ വിശ്വസ്തരായവർ തന്നോടൊത്ത് വരട്ടെ, തൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് മോശ ആഹ്വാനം ചെയ്യുന്നു. ഇതാ സമാനമായ ഒരു ആഹ്വാനം മത്താത്യാസ് എന്ന പുരോഹിതൻ നടത്തുന്നു. നിയമത്തോട് തീക്ഷ്ണതയുള്ളവരും ഉടമ്പടിയെ പിന്തുണയ്ക്കുന്നവരും എന്നോടൊത്ത് വരട്ടെ. അങ്ങനെ മത്താത്യാസും കുടുംബവും മൊദയിൻ നഗരത്തോട് വിട പറയുകയാണ്. ഈ സമയത്ത് മൊദയിൻ നഗരത്തിൽ സംഭവിക്കുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിന് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഒന്ന് മക്കബായരുടെ 2-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊണ്ടിരുന്ന വളരെ പേർ വനാന്തരങ്ങളിലേക്ക് താമസം മാറ്റി. അവരോടൊപ്പം പുത്രന്മാരും ഭാര്യമാരും ആടുമാടുകളും ഉണ്ടായിരുന്നു. ദുരിതങ്ങളുടെ ആധിക്യമാണ് അവരെ ഇതിനെ പ്രേരിപ്പിച്ചത്.
രാജകൽപ്പന നിരസിച്ചവർ വനാന്തരങ്ങളിലെ ഒളിസ്ഥലങ്ങളിലേക്ക് പോയി എന്ന് രാജസേവകന്മാർക്കും ദാവീദിന്റെ നഗരമായ ജെറുസലേമിലെ ഭടന്മാർക്കും വിവരം കിട്ടി. വളരെയേറെ പേർ അവരെ അനുധാവനം ചെയ്തു. അവരെ മറികടന്ന് അവർക്കെതിരായി പാളയമടിച്ചു. സാബത്ത് ദിവസം അവരെ ആക്രമിക്കാൻ സന്നാഹങ്ങളൊരുക്കി. അവർ വിളിച്ചു പറഞ്ഞു, എതിർപ്പ് അവസാനിപ്പിക്കുവിൻ, പുറത്തു വന്ന് രാജാവ് കൽപ്പിക്കുന്നത് അനുസരിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ജീവൻ സുരക്ഷിതമായിരിക്കും. അവർ പ്രതിവചിച്ചു, ഞങ്ങൾ വരികയില്ല. രാജശാസനപ്രകാരം പ്രവർത്തിച്ച് ഞങ്ങൾ സാബത്ത് ദിവസം അശുദ്ധമാക്കുകയില്ല. ഉടനെ ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. എന്നാൽ അവർ ശത്രുക്കൾക്ക് ഉത്തരം നൽകുകയോ അവർക്കു നേരെ കല്ലെറിയുകയോ തങ്ങളുടെ ഒളിസങ്കേതങ്ങളിൽ പ്രതിരോധം ഏർപ്പെടുത്തുകയോ ചെയ്തില്ല. നിഷ്കളങ്കരായി തന്നെ ഞങ്ങൾ മരിക്കട്ടെ, അന്യായമായാണ് നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നത് എന്നതിന് ആകാശവും ഭൂമിയും സാക്ഷി. ഇതായിരുന്നു അവരുടെ പ്രതികരണം. ശത്രുക്കൾ സാബത്ത് ദിവസം വരെ ആക്രമിച്ചു. 1000-ഓളം ആളുകൾ ഭാര്യമാരോടും കുട്ടികളോടും ആടുമാടുകളോടുമൊപ്പം മരണമടഞ്ഞു. സാബത്ത് ദിനത്തിൽ നടന്ന വലിയ ഒരു കൂട്ടക്കൊലയുടെ കഥയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ദൈവത്തെ നിഷേധിക്കാത്തവരും നീതിയും ന്യായവും ഉടമ്പടിയും വിശ്വസ്തതയും കൈവിടാത്തവരുമായ ആളുകൾക്ക് സംഭവിച്ച ഈ ദുരവസ്ഥയെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം.